ഹരി ഓം. 75-ാമത്തെ സ്തുതി. ശ്രീകൃഷ്ണ ഗാർഹസ്ഥ്യ ദർശനം. നാരദവാക്യം. ഭഗവാൻ ഏകനായി നരകാസുരനെ വധിച്ച് നരകാസുരൻ ബന്ധനത്തിൽ വെച്ചിരുന്ന 16,000 സ്ത്രീകളെയും തന്നെ ഭഗവാൻ ഒരേ സമയം പ്രത്യേകം ഭവനങ്ങളിൽ വെച്ച് അനേകം ദേഹം ധരിച്ച് അവരെ വിവാഹം കഴിച്ചതായി അറിഞ്ഞ നാരദ മഹർഷി അത്ഭുതാധീനനായി ഭഗവാന്റെ ഗൃഹസ്ഥ ജീവിതം നേരിട്ട് കാണുവാൻ ആഗ്രഹിച്ച് ഉത്സാഹത്തോടെ ദ്വാരകയിലെത്തി. രാജമാർഗങ്ങളും തടാകങ്ങളും പൂങ്കാവനങ്ങളുമുള്ള അവിടെ വന്ന് ശ്രീഹരിയുടെ 8 ധർമ്മപത്നിമാരും ഉൾപ്പെടെ 16,008 ഭാര്യമാർ വസിക്കുന്ന കൊട്ടാരങ്ങളിൽ എത്തി. നാരദ മഹർഷിയുടെ സ്തുതികൾക്ക്. നാരദ ഉവാച നൈവാദ്ഭുതം ത്വയി വിഭോ അഖിലലോകനാഥേ മൈത്രീജനേഷു സകലേഷു ദമഖലാനാം നിശ്രേയസായ ഹി ജഗസ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുഗായ വിദാമസുഷ്ടു ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിഭിർഹൃദി വിചിന്യമഗാധബോധൈഃ സംസാരകൂപി പതിതോത്തരണാവലംബം ധ്യായംശ്ചരാമ്യനുഗ്രഹാണ യഥാ സ്മൃതി സ്യാത്. പിതാമയോഗമായാസ്ത്രേ ദുർദർശാഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാത ഭവത്പാദനിഷേവയാ അനുജാനീഹി മാം ദേവ ലോകാസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനപാവനീം. ഏവം മനുഷ്യപദവീമനുവർത്തമാനഃ നാരായണോ അഖിലഭവായ ഗൃഹീതശക്തിഃ രേമേऽംഗഷോഡശസഹസ്രവരാംഗനാനാം സവ്രീഡസൗഹൃദനിരീക്ഷണഃ സജുഷ്ടഃ യാനീഹ വിശ്വവിലയോദ്ഭവവൃത്തിഹേതുഃ കർമാണ്യനന്യവിഷയാണി ഹരിശ്ചകാര യസ്ത്വംഗഗായതി ശൃണോത്യനുമോദതേ വാ ഭക്തിർഭവേത് ഭഗവതി ഹ്യപവർഗമാർഗേ. നാരദ മഹർഷി കനകം, വൈഡൂര്യം, രത്നം എന്നിവ പതിച്ച ഭഗവാന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവിടെ ലക്ഷ്മി സമേതനായിരിക്കുന്ന ഭഗവാന്റെ രൂപം കണ്ടു. ഭഗവാൻ മഹർഷിയെ ആദരപൂർവ്വം സ്വീകരിച്ച് വന്ദിച്ച് കാൽ കഴുകിച്ച് പീഠം നൽകി ഇരുത്തി കുശലം ചോദിച്ചു. അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി സത്യഭാമയുടെ, പിന്നെ ജാമ്പവതിയുടെ, അങ്ങനെ ഓരോ കൊട്ടാരത്തിലും നാരദൻ എത്തി. ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ അവിടെ ഭഗവാൻ ഉദ്ധവരുമൊത്ത് ചൂതുകളിക്കുന്നത് കണ്ടു. മഹർഷിയെ കണ്ട് ഭഗവാൻ ആസനം നൽകി ഉപചരിച്ചു. ഒന്നും അറിയാത്തവനെ പോലെ എപ്പോൾ വന്നു മുനി എന്ന് ചോദിച്ചു. ഒന്നും പറയാതെ അവിടെ നിന്നിറങ്ങി അടുത്ത ഗൃഹത്തിൽ ചെന്നു. അവിടെ പുത്രരെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ടു. മറ്റൊരു ഗൃഹത്തിൽ കുളിക്കുവാൻ ഭാവിക്കുന്ന ഭഗവാനെ കണ്ടു. അടുത്ത ഗൃഹത്തിൽ ഭഗവാൻ ബ്രാഹ്മണരെ ഭുജിപ്പിച്ച ശേഷം താൻ കഴിക്കുന്നതും കാണാൻ കഴിഞ്ഞു. മറ്റൊരു മന്ദിരത്തിൽ സന്ധ്യാവന്ദനം ചെയ്യുന്ന ഭഗവാനെ കണ്ടു. മറ്റൊരു ഗ്രഹത്തിൽ ഭഗവാൻ പയറ്റുമുറ അഭ്യസിക്കുന്നു. അതിനടുത്ത ഗ്രഹത്തിൽ കൃഷ്ണൻ കുതിരമേൽ കയറി എങ്ങോ പോകാൻ ഭാവിക്കുന്നു. വേറൊരു ഗ്രഹത്തിൽ വേദങ്ങൾ പഠിപ്പിക്കുന്നതായും അടുത്ത ഗ്രഹത്തിൽ യജ്ഞങ്ങൾ ചെയ്യുന്നതായും ഒരു ഗ്രഹത്തിൽ മന്ത്രിമാരൊത്ത് ആലോചന നടത്തുന്നതും കണ്ടു. 16,008 ഗ്രഹത്തിലും മഹർഷി ചെന്നു. എപ്പോഴും എല്ലാ ഗ്രഹത്തിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് മഹർഷിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഇങ്ങനെ അനവധി ഗ്രഹങ്ങളിൽ വിവിധങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാനെ കണ്ട് നാരദ മഹർഷി പറഞ്ഞു, അവിടുത്തെ യോഗമായ ഞാൻ നേരിട്ട് കണ്ടു. അവിടുന്ന് അനുവദിക്കുമെങ്കിൽ ഈ ലീല ഞാൻ എല്ലാ സ്ഥലത്തും പാടി നടക്കും. അനുവാദം നൽകിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു,
പുത്ര ഖേദിക്കണ്ട. ധർമ്മോപദേഷ്ടാവും ധർമ്മപ്രചാരകനുമായ ഞാൻ ജനരക്ഷയ്ക്കു വേണ്ടി ഈ വിധം ഗൃഹസ്ഥാശ്രമം നയിക്കുന്നു. അതിനാൽ അങ്ങ് മോഹിക്കേണ്ട. ഞാൻ ധർമ്മം പ്രസംഗിക്കാറുണ്ട്, ഉപദേശിക്കാറുണ്ട്, അനുഷ്ഠിക്കാറുണ്ട്, അനുഷ്ഠിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. മഹർഷി ഭഗവാന്റെ ഗൃഹസ്ഥലീല സർവത്ര പാടി നടന്നു. ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനായ ഭഗവാൻ അസാധാരണങ്ങളായ ഏതെല്ലാം ലീലകൾ ആടിയോ അവ പാടുകയും കേൾക്കുകയോ അനുമോദിക്കുകയോ ചെയ്യുന്നവൻ മുക്തിപ്രദനായ ഭഗവാനിൽ ഏകാന്ത ഭക്തി നേടും. ഓം നമോ ഭഗവതേ വാസുദേവായ.